ദേ ഇച്ചായ, ചായ കുടിക്ക്. ഡൈനിങ് ടേബിളിരുന്ന് പത്രവായനയിലായിരുന്ന പോളിന്റെ മുന്നിലേക്ക് ചായ വെച്ച് കൊടുക്കുമ്പോൾ റൂബിയുടെ മുഖം തീർത്തും മ്ലാനമായിരുന്നു. അത് ശ്രദ്ധിച്ച പോൾ പതിയെ പത്രം മടക്കി ടേബിളിലേക്ക് വെച്ചു. എന്താടോ മുഖത്തൊരു വല്ലായ്മ പോലെ? ഞാൻ കാലത്തെ റയാനെ വിളിച്ചായിരുന്നു ഇച്ചായ. ആമിമോളോട് സംസാരിച്ചു. ആഹാ, കൊള്ളാലോ. എന്നിട്ട് പിള്ളേരെന്നാ പറഞ്ഞു? ചായ കയ്യിലെടുത്തൊന്ന് മുത്തിക്കൊണ്ട് പോൾ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലെന്നാ ചെറുക്കൻ പറഞ്ഞത്. അത് കഴിഞ്ഞ ആമിയോട് സംസാരിച്ചത്. കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം ഞാൻ പറഞ്ഞു അവിടെ തന്നെ താമസിക്കണ്ടല്ലോ, രണ്ടാളും കൂടി ഇവിടെ വന്ന് നിന്നാൽ പോരേന്ന്. പക്ഷേ ആ കൊച്ച് പറ്റത്തില്ലെന്ന് പറഞ്ഞു കാണുമല്ലേ? അറുത്ത് മുറിച്ച് പറഞ്ഞു കളഞ്ഞു ഇച്ചായ. പിന്നെ റൂബി പറയാൻ മടിച്ചിട്ടെന്ന പോലെ വിക്കി. എന്നതാ കൊച്ചേ? അത് ഇച്ചായ, അവൾ എന്നോട് എന്നതാ പറഞ്ഞതെന്നറിയോ? മമ്മിയുടെ 2 ആൺമക്കൾക്കും കൂടി ഭാര്യയാകാൻ എനിക്ക് പറ്റത്തില്ലെന്ന്. വിഷമത്തോടെ റൂബി പറഞ്ഞതും പോളും മറുപടിയൊന്നുമില്ലാതെ മൗനമായി ഇരുന്നതേയുള്ളൂ. ആ കൊച്ചിനെ കുറ്റം പറയാനൊക്കത്തില്ലല്ലോടോ. റയാൻ കൈപിടിച്ചങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആരുടെയും മുഖത്തോട്ടൊന്ന് നോക്കാൻ പോലും പേടിയുള്ള മട്ടായിരുന്നു അതിന്. ആ പെങ്കൊച്ചിപ്പോ ഇത്രയൊക്കെ വാശി പിടിക്കണമെങ്കിൽ അതിൻ്റെ മനസ്സെന്തോരം നൊന്ത് കാണും. അതിൻ്റെ അനുഭവങ്ങളല്ലയോ അതിനെ ഇങ്ങനെ മാറ്റിയെടുത്തത്. ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ദ്രോഹിക്കുന്നതിൽ നമ്മുടെ 2 മക്കളും പിന്നോട്ട് പോയിട്ടില്ലല്ലോ, പോൾ വേദനയോടെ പറഞ്ഞു. എനിക്കറിയാം ഇച്ചായ, പക്ഷേ സാരമില്ലടോ. എന്തായാലും ഇനി ഒരിക്കലും ഒന്നിക്കില്ലെന്ന് കരുതിയ അവരെ കർത്താവ് ഒരു കൂരയ്ക്ക് കീഴിൽ വരെ എത്തിച്ചില്ലേ. ബാക്കിയും അറിയാൻ തന്നെ നോക്കിക്കോളും. അതുകൊണ്ട് താൻ സമാധാനമായിട്ടിരിക്കുക, പോൾ അവരുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം തന്നെയായിരുന്നു മുറ്റത്ത് റീജോയുടെ ബൈക്ക് വന്ന് നിന്നത്. അവൻ ജിമ്മിൽ പോയിട്ട് വരുന്ന വരവായിരുന്നു. അവനെ കണ്ടതും റൂബിയുടെ മുഖം കനത്തു. പോളാണെങ്കിൽ ആ മുഖം കാണാൻ താല്പര്യമില്ലാത്തതുപോലെ പത്രം നിവർത്തി വെച്ച് അതിലേക്ക് മുഖം പൂഴ്ത്തി. മമ്മി, ഒരു ചായ. അകത്തേക്ക് കയറി വന്നതും ടേബിളിന്റെ മുകളിലിരുന്ന ജഗ്ഗെടുത്ത് വായിലേക്ക് കമഴ്ത്തി വെള്ളം കുടിച്ചിട്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും റൂബി വേഗം മുഖവും വീർപ്പിച്ചുകൊണ്ട് എണീറ്റ് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങി. മമ്മി! അവരുടെ പോക്ക് കണ്ട് റീജോ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് വിളിച്ചു. പക്ഷേ റൂബി കലിയോട് അവന്റെ കൈ തട്ടിയെറിയുകയായിരുന്നു ചെയ്തത്. മമ്മി! പറഞ്ഞിട്ടില്ലേടാ നിന്നോട് ഞാൻ ഇനി എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. അതിന് മാത്രം ഞാനിപ്പോ എന്നതാ ചെയ്തേ? നീ എന്നതാ ചെയ്യാത്തത്? നീ കാരണമല്ലേടാ നാശം പിടിച്ചവനെ എല്ലാം സംഭവിച്ചത്. തള്ളയുടെ സ്ഥാനത്ത് കാണേണ്ട പെണ്ണിന്റെ ചൂട് പറ്റാൻ പോയ നിന്നെ ദേഷ്യമോ സങ്കടമോ ഒക്കെ കൊണ്ട് വിറയ്ക്കുകയായിരുന്നു റൂബി. എന്നിട്ടിപ്പോ എന്റെ ചെക്കനാ പെണ്ണിനെയും കൊണ്ട് വേറെ പോയി പൊറുതു തുടങ്ങിയപ്പോ മതിയായോടാ നിനക്ക്? അവള് തിരിച്ചു വന്നോ? റൂബി പറഞ്ഞത് കേട്ടതും റീജോ ഞെട്ടലോടെ ചോദിച്ചു. പിന്നെ നീ എന്നതാ കരുതിയേ? ജീവിതകാലം മൊത്തം അവര് തല്ലിപ്പിഴിച്ച് കഴിയുമെന്നോ? എന്റെ മോൻ താലി കെട്ടിയ പെണ്ണാ അവൾ. അവൾ അവന്റെ കൂടെ തന്നെ പോർക്കും. ഇനിയും അതിനിടയിൽ ഇടം കൊണ്ടിടാൻ പോയിക്കരുത് നീ. പോയാൽ അവൻ വല്ല ചതുപ്പിലും ചവിട്ടി താഴ്ത്തും. പെറ്റുപോയില്ലേ ഞാൻ? ചത്തുമലച്ച് കിടക്കുന്നെന്ന് കേൾക്കാനുള്ള ത്രാണിയില്ലാത്തോണ്ട് പറയുക. പറഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂബി അടുക്കളയിലേക്ക് പോയി. റീജോയാണെങ്കിൽ ചവിട്ടി കുലുക്കി മുകളിലേക്ക്. ആമി തിരികെ വന്നെന്നും റയാനൊപ്പമാണ് താമസിക്കുന്നതെന്നും അറിഞ്ഞതും അവനെ ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. തീർക്കുമിച്ചായ നിന്നെ ഞാൻ. അവളുടെ കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വല്ല വ്യാമോഹമുണ്ടെങ്കിൽ നടക്കില്ലത്. കുടുംബക്കല്ലറയിൽ നിന്നെ പണ്ടാരമടക്കിയിട്ടാണേലും അവളെ ഞാൻ സ്വന്തമാക്കും. ബെഡിലേക്കിരുന്ന് സ്വയം തലമുടി പിച്ചു പറിച്ചുകൊണ്ട് അവൻ മുരണ്ടു. ബ്രേക്ക് ടൈമിൽ കാന്റീനിലേക്കുള്ള ഓട്ടത്തിലായിരുന്നു ജാസ്മിനും കീർത്തിയും. അപ്പോഴായിരുന്നു വരാന്തയിലെ തൂണിന് മറവിൽ നിന്ന് ആരോ ജാസ്മിന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് പിന്നോട്ട് വലിച്ചത്. എങ്ങോട്ടാടി ഈ പാഞ്ഞോടുന്നേ? വലിയുടെ ആയം കൊണ്ട് തന്റെ ദേഹത്തേക്ക് വന്നിടിച്ചു നിന്നവളെ നോക്കി സ്റ്റെഫിൻ അലറി. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടതും ജാസ്മിന്റെ മുഖം വിളറിപ്പോയിരുന്നു. വീട്ടിൽ വന്ന് കെട്ടുറപ്പിച്ചതിന് ശേഷം ആദ്യമായായിരുന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ അവളാകെ വല്ലാതെയായിരുന്നു. കണ്ണുകൾ വെപ്രാളത്തോടെ കീർത്തിയെ തേടി ചെന്നെങ്കിലും അവൾ കുസൃതി ചിരിയോടെ ഇരുവരെയും നോക്കി നിൽക്കുമായിരുന്നു. എന്ത് പടി നിന്ന് കണ്ണുരുട്ടുന്നേ? അവളുടെ കട്ടായം കൊണ്ട് സ്റ്റെഫിൻ കലിപ്പിൽ ചോദിച്ചു. അത് പിന്നെ സാർ, പഴംപൊരി. ഓ എന്റെ കർത്താവേ, ഇതിനെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് കെട്ടും? ആരേലും പഴംപൊരി കാണിച്ച് വിളിച്ചാൽ ആ കൂട് ഇറങ്ങി പോകുമല്ലോ. തലയിൽ കൈവച്ചുകൊണ്ട് സ്റ്റെഫിൻ പറയുന്നത് കേട്ട് കീർത്തി ഉച്ചത്തിൽ ചിരിച്ചുപോയി. അതുകണ്ട് ജാസ്മിൻ അവളെ നോക്കി ദഹിപ്പിച്ചു. ഡോ കീർത്തി, താൻ ചെന്ന് ഇവിടെ പത്തായം നിറയാൻ എത്ര പഴംപൊരി വേണോ അത്രയും വാങ്ങിട്ട് വാ. താനും കഴിച്ചോ. എനിക്കിവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കാണും. പേഴ്സിൽ നിന്നും ഒരു 200 നോട്ടെടുത്ത് കീർത്തിക്ക് നേരെ നീട്ടിക്കൊണ്ട് സ്റ്റെഫിൻ പറഞ്ഞു. അതൊന്നും വേണ്ട, അവൾക്ക് തന്നെ പോകാൻ മടിയായിരിക്കും. അവനൊപ്പം തനിച്ച് നിൽക്കണമല്ലോ എന്നോർത്തപ്പോൾ ജാസ്മിൻ പെട്ടെന്ന് കയറി പറഞ്ഞു. ഇല്ലടാ, എനിക്കൊരു മടിയുമില്ല. ഞാൻ പോയിട്ട് വന്നോളാം. നീ സാറിന്റെ കൂടെ ചെല്ല്.
കുറുമ്പോടെ കീർത്തി പറഞ്ഞതും ജാസ്മിൻ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ക്യാൻറ്റീനിലേക്ക് പാഞ്ഞു. അത് കണ്ട് ഊറി ചിരിച്ചുകൊണ്ട് സ്റ്റെഫിൻ ജാസ്മിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് നടന്നു. സാർ പ്ലീസ്, ഞാൻ വരുന്നില്ല. കയ്യിന്ന് വിട് സാർ. ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞിട്ടും റെസ്റ്റ് റൂമിൽ കയറിയിട്ടായിരുന്നു സ്റ്റെഫിൻ അവളുടെ കയ്യിലെ പിടുത്തം വിട്ടത്. ടീ, ആ വലിയ റൂമിൽ തങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളല്ലോ എന്ന് ആലോചിച്ചു ചുറ്റും നോക്കി നിൽക്കുമ്പോഴായിരുന്നു സ്റ്റെഫിയുടെ അലർച്ച. അത് കേട്ട് ജാസ്മിൻ വേഗം അവന്റെ മുഖത്തേക്ക് നോക്കി. നീ ഇപ്പോ എന്നതാ എന്നെ വിളിച്ച്? സാറെന്നല്ലേ? ഓ തന്നെ. പക്ഷേ അതൊക്കെ അങ്ങ് ക്ലാസ്സിൽ മതി. അല്ലാത്തപ്പോൾ മര്യാദയ്ക്ക് ഇച്ചായെന്ന് വിളിച്ചോണം. ഞാനേ നിന്നെ കെട്ടുന്നത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് പഠിപ്പിച്ച് കൊതി തീർക്കാനൊന്നുമല്ല. പഠിക്കാൻ നീ ബഹുമിടുക്കിയായോണ്ട് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും എനിക്കില്ല. പിന്നെ? ജാസ്മിൻ ചോദിച്ചു പോയി. പിന്നെന്തുവാ, കെട്ടി വീട്ടിൽ കൊണ്ടുപോയി രൂപക്കൂട്ടിൽ വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് വെച്ച് വിളമ്പി എൻ്റെ 5-6 പിള്ളേരെയൊക്കെ പെറ്റു വളർത്തി ലാവിഷായിട്ടങ്ങ് ജീവിച്ചോണം. ഇതെന്തോന്ന് ജീവിയാ കർത്താവേ? ഒന്നുമല്ലേ, ഇങ്ങേരൊരു സാറല്ലയോ? കെട്ടുറപ്പിച്ചപ്പോഴേക്കും സമനില തെറ്റിയോ? അതൊക്കെ മറന്നെന്ന് തോന്നുന്നു. ജാസ്മിൻ പെറുപുറത്തതാണെങ്കിലും സ്റ്റെഫിൻ അത് വ്യക്തമായി കേട്ടിരുന്നു. അതേടി, എനിക്ക് സമനില തെറ്റിയിരിക്കുക. സമനില തെറ്റി ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എൻ്റെ കൊച്ചിന് കാണേണ്ടേ? ചോദിച്ചുകൊണ്ട് വശ്യമായൊരു പുഞ്ചിരിയോടെ തനിക്ക് നേരെ വരുന്നവനെ കണ്ടതും ജാസ്മിൻ വെപ്രാളത്തോടെ പിന്നിലേക്ക് നടന്നു. ഒടുവിൽ ചുവരിൽ ഇടിച്ചു നിന്നിട്ടും സ്റ്റെഫിൻ അവളിലേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. അവന്റെ ഉടൽ തന്റെ മേലേക്ക് അമരുന്നതും ശ്വാസം തൻ്റേതുമായി ഇടയുന്നതും അറിഞ്ഞതും ജാസ്മിൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. തന്റെ മുന്നിൽ കണ്ണുകൾ പൂട്ടി അതരങ്ങൾ വിറച്ച് മുഖമാകെ ചുവന്നു തുടുത്തു നിൽക്കുന്ന പെണ്ണിനെ കാണെ സ്റ്റെഫിന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ഒരു ശ്വാസദൂരത്തിൽ അവളോട് ചേർന്നങ്ങനെ നിൽക്കുമ്പോൾ പ്രണയമെന്ന ലഹരി സിരകളിൽ വന്യമായി പടരുന്നത് അവനറിഞ്ഞു. ആ പെണ്ണിനെ ഒന്ന് വാരി പുണരാൻ, അവളുടെ ചെഞ്ചുടികളെ അതരങ്ങൾ കൊണ്ട് ലാളിക്കാൻ അവന്റെ ഹൃദയം വെമ്പൽ പൂണ്ടു. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രം സ്റ്റെഫിൻ തന്റെ ഹൃദയത്തെ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് മൃദുവായൊന്നൂതി. ഇപ്പൊ എൻ്റെ കർണത്തടിക്കണ്ടേ? ആലസ്യമാർന്ന മിഴികൾ വലിച്ചു തുറന്ന് തന്നെ നോക്കുന്നവളുടെ കൃഷ്ണമണികളെ തന്നെ ലക്ഷ്യമിട്ട് നിന്നുകൊണ്ട് അത്രയും പതിയെയായിരുന്നു അവന്റെ ചോദ്യം. പെടുന്നനെ അവൻ തന്നോട് ഇഷ്ടം പറഞ്ഞ ദിവസമോർത്ത് ജാസ്മിന്റെ കണ്ണിലൊരു പിടച്ചിലുണ്ടായി. സോറി. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും സ്റ്റെഫിൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ അതരങ്ങൾക്ക് കുറുകയൊരു തടസ്സം തീർത്തിരുന്നു. വേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എൻ്റെ അവസാന ശ്വാസം വരെ നീ എൻ്റേതായിരിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഞാനന്ന് അങ്ങനെ ചെയ്തത്. അത്രയ്ക്ക് ഇഷ്ടാടി എനിക്ക് നിന്നെ. തന്റെ മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് അവനത് പറയുമ്പോൾ അത്രമേൽ പ്രണയം നിറച്ചൊരു പുഞ്ചിരിയോടെ അവനിൽ മാത്രമായി ഉടക്കി നിൽക്കുകയായിരുന്നു ജാസ്മിന്. ക്യാനിൽ നിന്ന് തിരികെ വന്ന കീർത്തിയുടെ സ്വരമായിരുന്നു ഇരുവരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. പെട്ടെന്ന് സ്റ്റെഫിനൊരു ഞെട്ടലോടെ ജാസ്മിനിൽ നിന്ന് അകന്നു മാറി. നീ ഇത്ര വേഗം വന്നോ? വെപ്രാളത്തിൽ എന്ത് പറയണമെന്നറിയാതെ ജാസ്മിൻ ചോദിച്ചു. എന്തേ, വരണ്ടായിരുന്നോ? എൻ്റെ കൃഷ്ണ, ഞാനങ്ങോട്ട് പോകുമ്പോൾ അറക്കാൻ കൊണ്ടുപോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ സാറിന്റെ പിന്നാലെ പോന്നവളാ. ഇപ്പോൾ അവൾക്ക് ഞാൻ വന്നതായിപ്പോയി കുറ്റം. കീർത്തി ആരോടെന്നില്ലാതെ പറഞ്ഞതും സ്റ്റെഫിനും ജാസ്മിനും ചമ്മി പരസ്പരം നോക്കി. അത് പിന്നെ, എടോ, ഞാൻ ഇവളോട് കല്യാണക്കാര്യം പറയുമായിരുന്നു. സ്റ്റെഫിൻ വിൽക്കുന്നത് കണ്ട് കീർത്തി ഒരാക്കിച്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി കാണിച്ചു. ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ രണ്ടും കൂടി കൊച്ചിന്റെ നൂലുകെട്ടിന്റെ കാര്യം പറയേണ്ടി വന്നേനെ. അവൾ ആത്മകഥം പോലെയാണ് പറഞ്ഞതെങ്കിലും സ്റ്റെഫിനും ജാസ്മിനും അത് വ്യക്തമായി കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരിരുവരുടെയും മുഖം വിളറി വെളുത്തുപോയിരുന്നു. അല്ല, കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ, അതെന്തിയേ? കീർത്തി വാങ്ങിക്കൊണ്ടുവന്ന പഴംപൊരി കഴിച്ചുകൊണ്ടിരുന്ന സംസാരത്തിനിടയിലായിരുന്നു ആമിയെക്കുറിച്ചോർത്ത് സ്റ്റെഫിൻ ചോദിച്ചത്. അപ്പോഴായിരുന്നു രാവിലെ ആമി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇരുവരും ഓർത്തത്. അക്കാര്യങ്ങളെല്ലാം അവരിൽ നിന്നറിഞ്ഞതും സ്റ്റെഫിനാകെ അന്തം വിട്ടു പോയിരുന്നു. പിരിയാൻ പോകുന്നു എന്നൊക്കെ വീമ്പിളക്കി നടന്നവന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായെന്ന് അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബ്രേക്ക് കഴിഞ്ഞ് ജാസ്മിനും കീർത്തിയും കൂടി ക്ലാസ്സിലേക്ക് പോയതും സ്റ്റാഫ് റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ സ്റ്റെഫി റയാന്റെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ, അവളെ ബന്ധമൊഴിയാൻ പോണു, വികാസിന് കെട്ടിച്ചു കൊടുക്കാൻ പോണു എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ട് എന്തൊക്കെയാടാ നീ ചെയ്തു വച്ചേക്കുന്നത്? റയാൻ കോൾ എടുത്തതും സ്റ്റെഫിൻ ചീറി. അത് കേട്ടതും റയാന്റെ പതിഞ്ഞ ചിരി അവന്റെ കാതിലെത്തി. എന്തിനാണ് അകോപ്പെ നീ കിണിക്കുന്നേ? പിന്നല്ലാതെ ഞാൻ എന്നാ വേണം? ഞാൻ എന്തോ ചെയ്തെന്നോ നീ പറയുന്നേ? ഞാൻ ചെന്നെൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനിപ്പോൾ എന്താ? ഭാര്യ? ഇന്നലെ വരെ അവള് നിനക്ക് ആരുമല്ലായിരുന്നല്ലോടാ. ഇന്നിപ്പോഴാ അവളെ നിനക്ക് ഭാര്യയായത്? അങ്ങനെ ചോദിച്ചാ ഇന്നലെ ആയതുകൊണ്ട് സന്ധ്യ മുതൽ അവളെൻ്റെ ഭാര്യയായി. പിന്നൊന്നും നോക്കിയില്ല, അപ്പോഴേ ചെന്ന് വിളിച്ചോണ്ട് പോന്നു.
എന്തോ തമാശ പറയും പോലെ റയാൻ പറയുന്നത് കേട്ട് സ്റ്റെഫിൻ വായ പൊളിച്ചു. പിന്നെ നീ അല്ലേടാ പുല്ലേ പറഞ്ഞത് അവളെ വികാസ് കെട്ടിയാലും ഒന്നുമില്ലെന്ന്. ആ, പറഞ്ഞത് നേരാ. പക്ഷേ നീ കേട്ടത് തെറ്റിപ്പോയി. നീ മുദ്ര ശ്രദ്ധിച്ചില്ലേ അളിയ? ഞാനുമായുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവൾ അവനെയല്ല, ആരെ കെട്ടിയാലും ഒന്നുമില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ എൻ്റെ ഭാര്യയെ ഏതേലും ഒരു ചാവാലിക്ക് കെട്ടിച്ചു കൊടുക്കണം എന്നല്ല. ഇതിലിപ്പോ എന്നതാ ഒരു പ്രശ്നം? ഡിവോഴ്സ് കഴിയാത്ത സ്ഥിതിക്ക് അവളിപ്പോഴും എൻ്റെ ഭാര്യ തന്നെയല്ലേ? ഒരു കുസൃതി ചിരിയോട് റയാൻ ചോദിച്ചു. ശേഷം ഇന്നലെ ആമിയെ കൂട്ടിക്കൊണ്ടു വരാൻ പോയ സമയം മുതൽ ഇതുവരെ നടന്നതെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ സ്റ്റെഫിനും സന്തോഷമായിരുന്നു. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ട് വന്നല്ലോ. അല്ലടാ, ഇനി എന്താ പ്ലാൻ? അവള് വളയുവോ? അറിയില്ലടാ. ഇപ്പോൾ ഞാനൊരു നമ്പറിട്ട് പിടിച്ചു നിർത്തിയേക്കുവാ. ആ, എന്തായാലും 1 വർഷം സമയമുണ്ടല്ലോ. അതുവരെ ഞാൻ ശ്രമിക്കും. പക്ഷേ എന്നിട്ടും അവളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ തടയാൻ പോവില്ല. ഗൗരവത്തിൽ അവൻ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അരുതാത്തതൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു സ്റ്റെഫിൻ. ഉച്ചയ്ക്കൊരു മീറ്റിംഗ് കഴിഞ്ഞ് തൻ്റെ ക്യാബിനിലേക്ക് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ റയാൻ. അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുവായിരുന്ന തൻ്റെ ഫോണിലേക്ക് തുടർച്ചയായി മെസ്സേജ് വരുന്നതിൻ്റെ സൗണ്ട് കേട്ടത്. പതിവില്ലാതെ ഇത്രയധികം മെസ്സേജ് വന്നത് എവിടുന്നാണെന്ന് ഓർത്തുകൊണ്ട് റയാൻ വേഗം വന്ന് ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോഴാണ് അതിൽ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിരിക്കുന്നതും അതിലൊരുപാട് മെസ്സേജുകൾ വന്നേക്കുന്നതും അവൻ കണ്ടത്. ഹൂ ദി ഹെൽ? പിറുപിറുത്തുകൊണ്ട് അവൻ ആ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയതും റയാൻ്റെ കിളി പറന്നു. അതിൽ നിറയെ സ്റ്റിക്കറുകളും പിന്നെ കുറേ ഫോട്ടോസും വോയിസ് മെസ്സേജും ഒക്കെയായിരുന്നു വന്നു കിടന്നത്. ഫോട്ടോസ് ആണെങ്കിൽ മുഴുവൻ സ്റ്റെഫിനും ജാസ്മിനും കൂടെയുള്ളതും അതിൻ്റെ പിറകെ അവരെ കളിയാക്കിയുള്ള ചാറ്റുകളുമായിരുന്നു. അതൊക്കെ കണ്ട് റയാൻ തലയിൽ കൈകൊടുത്തിരുന്നു പോയി. എന്തായാലും അതോടെ ആമി രാവിലെ വിളിച്ച അവളുടെ കൂട്ടുകാരാണ് പ്രതികളെന്ന് അവന് വേഗം തന്നെ പിടികിട്ടിയിരുന്നു. അപ്പോഴാണ് അതിലേക്കൊരു വോയിസ് മെസ്സേജ് വന്നത്. അവൻ ആകാംക്ഷയോടെ അത് ഓപ്പൺ ചെയ്തു. മോളെ ആദിക്കുട്ട, നീ രാവിലെ പറഞ്ഞില്ലേ നിന്റെ ഫോണില്ലെന്ന്? അതുകൊണ്ടാ നമ്മുടെ ഇച്ചായനളിയൻ്റെ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. നിന്റെ ഫോൺ എടുത്തുകൊണ്ട് വരും വരെ നമുക്കിങ്ങനെ പൊളിക്കാം. അത് കേട്ടതും റയാൻ കണ്ണു മിഴിച്ചിരുന്നു. കർത്താവേ, അപ്പോൾ അവൾക്ക് ഫോൺ കിട്ടും വരെ അവളെ കൂടാതെ ഈ വെളിവില്ലാത്തവളുമാരെയും കൂടെ ഞാൻ സഹിക്കണോ? അവൻ സ്വയം ചോദിച്ചു. അതിനിടയിൽ അതിൽ വന്ന ഫോട്ടോസ് സ്റ്റെഫിന് ഫോർവേഡ് ചെയ്തിട്ട് അവനെ ഒന്ന് പുച്ഛിക്കാനും റയാൻ മറന്നില്ല. അപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജുകൾ തകൃതിയായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടെ എത്രയും വേഗം ആമയ്ക്കൊരു ഫോൺ കൂടി വാങ്ങണമെന്ന തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു റയാൻ. വൈകുന്നേരം ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുമ്പോൾ ആമിയും കൂട്ടി പുറത്തു പോകാനും അവൾക്ക് കോളേജിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുള്ള പ്ലാനിലായിരുന്നു റയാൻ. പക്ഷേ തിരികെ ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന അത്തരമൊരു കാഴ്ചയായിരിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. റയാന്റെ കാർ ഗേറ്റിന് മുന്നിലെത്തിയതും സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് മലർക്കെ തുറന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഇല്ല സാർ. ഇനി നീ പൊയ്ക്കോ. ശരി സാർ. റയാൻ കാർ അകത്തേക്ക് കയറ്റിയതും ആ ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി ഗേറ്റടച്ചു. റയാൻ കാർ പോർച്ചിൽ കൊണ്ടിട്ടിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഹാളിൽ ഉണ്ടാകുമെന്ന് കരുതിയവളെ അവിടെ കാണാതെ അവൻ അടുക്കളയിലേക്കൊന്ന് നോക്കിയെങ്കിലും അവിടെയും അവളില്ലെന്ന് കണ്ട് അവൻ ബെഡ്റൂമിലേക്ക് നടന്നു. ഡോർ തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ മുറിയിലും അവൾ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടതും എന്തിനെന്നറിയാത്തൊരു വെപ്രാളം തോന്നിപ്പോയിരുന്നു റയാന്. ആ വീണ്ടും കേട്ടത് അവളുടെ സ്വരം തന്നെയാണെന്ന് മനസ്സിലായത് റയാൻ വേഗം മുറിയിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് ചെന്നു. അപ്പോഴേക്കും ഹാളിലെ കോമൺ ബാത്റൂമിൽ നിന്ന് ആമി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവളെ കണ്ടപ്പോഴായിരുന്നു റയാന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. പക്ഷേ അവളുടെ രൂപം വ്യക്തമായി കണ്ടതും ആദ്യം തോന്നിയ ആശ്വാസം എങ്ങോട്ട് പോയെന്ന് അവന് പോലും അറിയുമായിരുന്നില്ല. അവളുടെ കോലം കണ്ട് അവൻ്റെ നെഞ്ചൊന്ന് കാളിപ്പോയിരുന്നു. ഇതെന്തുവാ? വല്ലാതെ ചുവന്നു തൊടുത്ത് നീര് വെച്ചു പോയ അവളുടെ മുഖവും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും വിങ്ങിയ അധരങ്ങളുമൊക്കെ നോക്കി നിന്ന് അമ്പരപ്പോടെ റയാൻ ചോദിച്ചു. ഞാൻ ക്ലീൻ ചെയ്യാൻ നോക്കിയതാ. തുമ്മലടക്കാൻ കഴിയാതെ എങ്ങനെയൊക്കെ ആയിരുന്നു ആമി അത് പറഞ്ഞൊപ്പിച്ചത്. തുമ്മല് കാരണം അവൾ അത്രമേൽ വശം കെട്ടുപോയിരുന്നു. എന്നിട്ട് ക്ലീൻ ചെയ്യാൻ പോയ നിന്നെ ആരേലും പിടിച്ചിട്ട് അടിച്ചോ? നിന്റെ മോന്ത എന്തുവാ ഇങ്ങനെ തല്ലുകൊണ്ട് നീര് വന്നതുപോലെ ഇരിക്കുന്നേ? എൻ്റെ വായിലിരിക്കുന്നത് വയ്യെങ്കിൽ നാവിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും കൊള്ളാം. എനിക്ക് പൊടി അലർജി വന്നാൽ പിന്നെ ഇങ്ങനെയാ. എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിച്ചു. അവളുടെ കട്ടായങ്ങളും പറച്ചിലുമൊക്കെ കേട്ടു നിൽക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു റയാൻ. മതി മതി, പെട്ടെന്ന് ചെന്ന് റെഡിയായിട്ട് വാ, ഹോസ്പിറ്റലിൽ പോവാം. ഇനിയും ഇങ്ങനെ ഇരുന്നാൽ കാറ്റ് പോകും. റയാന്റെ പറച്ചിൽ കേട്ടപ്പോൾ ആമിക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും
അവനോടൊന്ന് ദേഷ്യപ്പെടാൻ പോലുമുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അവൾ വേഗം റെഡിയാവാനായി അകത്തേക്ക് പോയി.